ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ ആദരവോടിത താണു വണങ്ങുന്നേ ആദരവോടിത താണു വണങ്ങുന്നേ ആരിലുമുന്നതനേ സ്തുതി നിനക്ക് ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 66 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പിൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ. നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമി നിന്നെ നമസ്കരിച്ച് പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. വചനം നമ്മളെ കേൾപ്പിക്കുന്നത് സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പിൻ. ആ നാമം അത്ര മഹത്തായ നാമം. ആമേൻ. ആകാശത്തിന് കീഴ് ഭൂമിക്ക് മീതെ രക്ഷപ്പെടാൻ ഉള്ള ഒരേ ഒരു നാമം. ആ നാമത്തെ കീർത്തിക്കുവാൻ ഗ്ലോറി സ്തോത്രം നമ്മുടെ അധരത്തെയും ഹൃദയത്തെയും ദൈവം വാഴ്ത്തി നിറച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ. ആ നാമത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കേണ്ടതിന് നമ്മുടെ കുറവ് വശങ്ങളൊക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടുകൂടി ഈ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിപ്പാൻ തക്കവണ്ണം നമ്മുടെ ആദരങ്ങളെ ദൈവം തുറക്കട്ടെ. അവൻ്റെ സ്തുതി മഹത്വീകരിപ്പി. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ര ഭയങ്കരമാണ് ദൈവമക്കളെ. നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സ്തോത്രം. പ്രതികാര യഹോവയ്ക്കുള്ളതാണ്. അത് കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളത്തെ അറിയുന്നൊരു ദൈവം, നമ്മളെ കാണുന്ന ദൈവം. ആമേൻ. സ്തോത്രം. നമ്മുടെ വിചാരങ്ങൾ അറിയുന്ന ദൈവം, ആ ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ശത്രുക്കളെ ഓർത്തുകൊണ്ട് ഭയപ്പെടേണ്ടതായിട്ടില്ല. അവരെ ദൈവകരങ്ങളിലേക്ക് വിട്ടിട്ട് തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന എന്താണോ അത് പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയാൽ നമ്മളെ അയച്ച ദൈവം നമുക്ക് വേണ്ടി ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം കേട്ടോ. നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും. സർവഭൂമി ഹല്ലേലൂയ, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവിൻ. ആമേൻ. അതെ, പറയുവാൻ തക്ക വേണം മുഴങ്കാൽ മടക്കി നിന്ന് ഈ സങ്കീർത്തന വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ നാമത്തെ കീർത്തിക്കുമ്പോൾ സ്തോത്രം അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം നമ്മളെ തൊട്ട് അനുഗ്രഹിക്കും. ദൈവമക്കളെ, നമ്മളെ ആത്മാവിൽ കർത്താവ് നിറയ്ക്കും. ആമേൻ. യേശുവേ സ്തോത്രം. സർവശക്തനായ ദൈവം, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ആ ദൈവത്തെ കീർത്തിപ്പാൻ തക്കണം ഇനിയുള്ള കാലം കർത്താവ് നമുക്ക് ഏറ്റവും അധികം കൃപ തന്ന് നിറയ്ക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും എൻ്റെ കർത്താവെ അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങേ ആരാധിപ്പാൻ, ആമേ സ്തോത്രം, അങ്ങേ പ്രകീർത്തിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. കുപ്പയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിമനുഖത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! അതേ കർത്താവെ, ഞങ്ങളത് അനുഭവിക്കുന്നു. കർത്താവെ യേശുവേ, നിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെയും ദൈവം ക്ഷമിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തോടടുത്ത് വന്ന് അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയെ സാക്ഷീകരിക്കുവാൻ, അങ്ങയുടെ നാമം വാഴ്ത്തി പാടുവാൻ പിതാവേ അടിയങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണേ.
ഇതിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒട്ടു ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.